ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ താഹ ഡിസ്പ്ലേ ടൂവീലർ യൂട്യൂബ് ചാനൽ ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വന്ന കംപ്ലൈൻറ്റ് വന്ന വണ്ടി TVS സ്റ്റാർ സിറ്റി. ഇതിന് സെൽഫ് വർക്കാവുന്നില്ല. അതിൻ്റെ എന്താ കുഴപ്പമെന്ന് നോക്കാം. ഇതാണ് വണ്ടി. ഇതിൻ്റെ റിലേ കംപ്ലൈൻ്റ് ആണ്. റിലേ പോയതുകൊണ്ടാണ് സെൽഫ് വർക്കാവാത്തത്. അപ്പോൾ നമുക്ക് റിലേ എവിടെയും മേടിക്കാൻ കിട്ടുന്നില്ല. ഇത് ഷോൾഡറിങ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നേ. അപ്പോൾ അത് മൊത്തം പൊടിഞ്ഞ് ഒരു പരുവായി തുരുമ്പായി പോയി, വെള്ളം കയറി പോയതാ. അപ്പോൾ നമുക്ക് റിലേ മാറ്റിയിട്ട് പൾസറിൻ്റെ റിലേ നമുക്ക് എങ്ങനെ കയറ്റാം, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന് ത്രൂ എടുത്ത് നോക്കാം, മോട്ടർ വർക്കാവുന്നൊന്ന്. ഓക്കെ, മോട്ടർ വർക്കിംഗ് ആണ്. മോട്ടർ വർക്കിംഗ് ആണ്. നമുക്ക് സ്വിച്ചിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊരു ബൾബ് എടുക്കാം. ഇതാണ്ട് ഈ വയർ, നീല വയർ, ഈ നീല വയറിനകത്ത് ഇതിൻ്റെ മെയിൻ വയർ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ മെയിൻ വയറിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എർത്ത് രണ്ട് ബാറ്ററി എർത്തിനകത്ത് കൊടുക്കുക. സെൽഫ് ബട്ടൺ നിൽക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടെ നിന്ന് കണക്ഷൻ അങ്ങോട്ട് വരുന്നുണ്ട്. സ്വിച്ചിൽ നിന്ന് കണക്ഷൻ റെയിലോട്ട് വരുന്നുണ്ട്, റിലേ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണക്ഷനാണ് പോകാത്തത്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ആ റിലേ പൾസറിൻ്റെ റിലേ എങ്ങനെ വയ്ക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. പൾസറിൻ്റെ റിലേ എടുക്കുക. ഇത് പഴയ റിലേ ആണ്. നമുക്കത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പുതിയ പിടിച്ച് മാറാം. പറഞ്ഞിട്ട് ഇതിൻ്റെ സോക്കറ്റ് അങ്ങോട്ട് ഊരിടുക. ഈ സോക്കറ്റ് അങ്ങോട്ട് കൊടുക്കുക. മോട്ടറിലോട്ട് പോകുന്ന കണക്ഷനാണ്. അപ്പോൾ അതിന് മുറിഞ്ഞ് ചേപ്പടി ചുറ്റേക്കുക. അപ്പോൾ നമുക്ക് ഊരിയിടാം. ഇത് നമുക്ക് നേരെ ഇതിനകത്ത് റിലേക്കകത്ത് വരും. ബാറ്ററി ത്രൂ വയർ നമുക്ക് നേരെ റിലേക്കകത്ത് വരും. പഴയ റിലേ ആണത്. ഇവിടെ നിന്ന് വരുന്ന വയർ നേരെ നമുക്ക് മോട്ടറിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കറണ്ട് ഇതിനകത്ത് പാസ് ചെയ്യും. ഇത് റിലേ ഓണാവും. ഓണായിക്കഴിഞ്ഞാൽ റിലേ എന്നുള്ള സപ്ലൈ അങ്ങോട്ട് പോകും. ഇവിടെ നിന്നുള്ള കണക്ഷൻ മോട്ടറിനകത്ത് വരും. മോട്ടറിൽ നിന്ന് ഈ റിലേ ഓണാകുമ്പോൾ ഈ റിലേ എന്നുള്ള കണക്ഷൻ നേരെ മോട്ടറിലോട്ട് പോകും. അങ്ങനെയാണ് സെൽഫ് വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ രണ്ട് ബാറ്ററി ക്ലാപ്പ് പിടിക്കുക. ഒരു കണക്ഷൻ ഈ മെയിൻ വയറിനകത്ത് കൊടുക്കുക. ഒരു വയറോട് ഈ ഭാഗത്ത് കൊടുക്കുക. ടേപ്പ് അടിക്കുന്നില്ല, നമുക്ക് ഇതിനകത്ത് സ്ലീവ് ഇറക്കാനുണ്ട്. കാണിക്കാൻ വേണ്ടി ഞാനൊന്ന് ചെയ്യുന്നുള്ളൂ. ഒരു കണക്ഷൻ ഈ ഭാഗത്ത് കൊടുക്കുക. ഇതിനകത്തെല്ലാം ബൂട്ട് വരും. അത് ബൂട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാവും. ഇത് ഷോർട്ടായി പോകും. ഇവിടെ മോട്ടർ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു വയറ് ഇപ്പുറത്ത് കൊടുക്കുക. പഴയ സിസ്റ്റം തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അതേ വയർ മുറിക്കുക, അതേ സിസ്റ്റം കൊടുക്കുക. റിലേ മാറുക, പൾസറിൻ്റെ റിലേ ആവുക. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇനി സെൽഫ് അടിച്ച് നോക്കാം. ഇങ്ങോട്ട് ഓഫായിട്ട് ഒന്നും അടിക്കാം. ഒന്നും അടിക്കാം. രണ്ട് പ്രാവശ്യം നമുക്ക് അടിച്ച് നോക്കാം. കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്നുകൂടെ അടിച്ച് നോക്കാം. കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് റിലേ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് നമുക്ക് പൾസറിൻ്റെ സാധനങ്ങൾ മേടിക്കാനില്ല. അപ്പോൾ ഞാനിപ്പോൾ റീടച്ച് ചെയ്ത് കൊടുത്ത വണ്ടിയാണ്. സാധനങ്ങളൊക്കെ ഒരുപാട് കിട്ടാനില്ല. നമ്മുടെ കസ്റ്റമർ നല്ല കസ്റ്റമറായിരുന്നു. പലയിടത്തും പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് നമ്മളെ സഹായിച്ച്. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് ഇറക്കി ഒരു 7 മാസമായി. ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീഡിയോ കാണാം.